നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ പല സൈസിലുള്ളത് നിങ്ങൾ കണ്ടു കാണും. നമ്മളിന്ന് നിർമ്മിക്കാൻ പോകുന്ന ഈ ടിക്ടോക്കിൻ്റെ ഈ പാക്കറ്റിനകത്താണ്. അതിനായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ബോർഡ്, ചാർജിങ് ബോർഡ്, ആംപ്ലിഫയർ ബോർഡ്, ഒരു സ്വിച്ച്, ബാറ്ററി, സ്പീക്കേഴ്സ്. നമുക്ക് എല്ലാം വലിപ്പം കുറഞ്ഞണം. ഇത് പഴയ ഒരു നോക്കിയയുടെ ഫോണിൽ നിന്ന് എടുത്ത ഒരു സ്പീക്കറാണ്. 2 3.7 വോൾട്ടേജ് വരുന്ന ഒരു ബാറ്ററി, 350 mAh വരുന്നത്. നമുക്കിത് അസംബിൾ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്വിച്ചും ബോർഡും ഇവിടെ തന്നെ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കട്ടിങ് ഒന്നും വരുന്നില്ല. ചാർജിങ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ടിക്ടോക്കിൽ നിന്ന് നമ്മൾ മിഠായി എടുക്കുന്ന കണക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിൻ്റെ ബോഡിയുടെ ഈ പാക്കിൻ്റെ ബോഡി വരുന്നതെന്ന് വെച്ചാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരുന്നത്. നേരെ വന്നിട്ട് ചെറിയൊരു കർവ് കണക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിധി ഇതാകുന്നതുകൊണ്ട് നമ്മൾ ചരിച്ചാണ് വെക്കുന്നത്. ചരിച്ച് വയറ് സോൾഡർ ചെയ്തിട്ട് ഇതിലെ മൊത്തം 5 വയറുകളും സോൾഡർ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് നീക്കി അങ്ങോട്ട് പോകുക. പിന്നെ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ നേരെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. നമുക്ക് ഈ ബോർഡുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അത് തന്നെ ബ്ലൂടൂത്ത് ബോർഡാണ് നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്നത്. അതിനകത്ത് റൈറ്റ് ഔട്ട്, ഗ്രൗണ്ട്, ലെഫ്റ്റ് ഔട്ട്, വിനും ഗ്രൗണ്ടും ഉണ്ട്. നമുക്കത് സോൾഡർ ചെയ്തെടുക്കാം. ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്തെടുത്തു. വിന്നിലേക്ക് ഒരു റെഡ് വയറും, ആർ ഔട്ടിൽ ഒരു ഗ്രീൻ വയറും നമ്മൾ സോൾഡർ എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് നമ്മൾ വീണ്ടും ഒരു ബ്ലാക്ക് വയറാണ് സോൾഡർ എടുത്തിട്ടിരിക്കുന്നത്. ലെഫ്റ്റ് ഔട്ട് നമ്മളൊരു വൈറ്റ് വയർ സോൾഡർ എടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ബോർഡിൻ്റെ പവറിൽ നിന്നുള്ള ഗ്രൗണ്ട് വയർ ആംപ്ലിഫയർ ബോർഡിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യും. 5 വോൾട്ടിലെ നെഗറ്റീവിലേക്ക്. ആംപ്ലിഫയറിൻ്റെ +5ലേക്ക് നമ്മൾ ബ്ലൂടൂത്തിൽ നിന്നുള്ള വിന്നിൽ നിന്നും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആംപ്ലിഫയർ ബോർഡിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് അത് ഇതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് എല്ലിലേക്കും, റൈറ്റിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് ആറിലേക്കും, ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് ടിയിലേക്കും കണക്ട് ചെയ്യും. സോൾഡർ ചെയ്തെടുക്കും. നമ്മൾ 3 പേരും സോൾഡർ എടുത്തിട്ടുണ്ട്. ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഇനി സോൾഡർ ചെയ്യാൻ പോകുന്നത്. ആർ പോസിറ്റീവിൽ നിന്ന് നമ്മളൊരു ഗ്രീൻ വയർ സോൾഡർ എടുത്തിട്ടുണ്ട്. ആർ നെഗറ്റീവിൽ നിന്ന് നമ്മളൊരു ബ്ലാക്ക് വയറും സോൾഡർ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് പോസിറ്റീവിലേക്ക് നമ്മളൊരു വൈറ്റ് വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് നെഗറ്റീവിലേക്ക് നമ്മളൊരു ബ്ലാക്ക് വയറും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ പാതിയോളം വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ഇവിടെ പ്രൊജക്റ്റഡ് ആണ്. ഇത് അടയ്ക്കുമ്പോഴേക്കും ഇതിലേക്ക് വന്ന് തട്ടും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. പാതിയോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കാം. റെഡ് വയറാണ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്യുന്നത്. നമ്മൾ 2 വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ച് ചെയ്യുന്ന ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറിലേക്ക് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റൈറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. റൈറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക്. അടുത്ത് ലെഫ്റ്റ് ഔട്ടിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. ബോർഡുകളെല്ലാം നമ്മൾ ഒരുവിധം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇനി നമുക്ക് സോൾഡർ ചെയ്തെടുക്കാനായിട്ടുള്ളത് ചാർജിങ് ബോർഡും ബാറ്ററിയും പിന്നെ സ്വിച്ചുമായിട്ടുള്ള കണക്ഷനും പിന്നെ ഈ ബോർഡുകളും ചാർജിങ് ബോർഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇത്രയും ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കി ചെയ്യാം. സ്പീക്കർ ഹോളിൻ്റെ പോർഷൻ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഒരു പൊട്ടൽ വേണം. അത് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് സ്പീക്കറും ബോർഡും സെറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ സ്പീക്കറും ആംപ്ലിഫയർ ബോർഡും ബ്ലൂടൂത്ത് ബോർഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സ്പീക്കേഴ്സ്. ഇനി നമുക്ക് ക്യാപ്പിൻ്റെ അവിടെ വരുന്ന സ്വിച്ചും ചാർജിങ് ബോർഡും ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ബോർഡ് അവിടെ ഫിക്സ് ചെയ്ത് ബോർഡും സ്വിച്ചും അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത്
ഇതിലേക്ക് ഇനി വരുന്നത് ബാറ്ററിയുടെ കണക്ഷൻ ചെയ്യും നമ്മൾ. പിന്നെ നേരത്തെ നമ്മൾ സോൾഡർ എടുത്തിരിക്കുന്ന റെഡ് വയറും ഗ്രീൻ വയറും, ബോഡിയിൽ നിന്ന് വരുന്ന റെഡ് വയർ നമ്മൾ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. സ്വിച്ചിൽ നിന്ന് ഒരു വയർ എടുത്ത് ബോർഡിലേക്കും കണക്ട് ചെയ്യും, ബോർഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യും. ബ്ലാക്ക് നേരെ ബോർഡിലേക്ക് കണക്ട് ചെയ്യും, ബാറ്ററിയുടെ ബ്ലാക്കും നേരെ ബോർഡിലേക്ക് കണക്ട് ചെയ്യും. നമുക്കത് അത്രയും സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ബോർഡും ബാറ്ററിയും എല്ലാം കൂടിയായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇത് ക്ലോസ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മളിനി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് എല്ലാ ബോർഡുകളും എല്ലാം ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പൊട്ടിയാണ്, അത് ഇനി ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഒരു വെള്ള പാണ്ട് കണക്ക് വരും അതിൻ്റെ പുറത്തുകൂടെ തന്നെ. ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളത് ഒട്ടിക്കുന്നില്ല, ചെറിയൊരു പ്രൊജക്ഷനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞാലും അതങ്ങനെ തന്നെ നിൽക്കും, അതുകൊണ്ട് നമ്മളത് ഒട്ടിക്കുന്നില്ല. നമുക്കിതിന് ടെസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. നിങ്ങൾ ഇതേപോലെ ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടൊക്കെ വരുന്ന ഏത് ബോക്സിൽ ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങൾ ഇഷ്ടം എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.